എല്ലാവർക്കും ഗിരീഷ് കുമാരൻ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പില്ലിക്കുള ബയോളജിക്കൽ പാർക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലെ ആ കാഴ്ചകളെ കണ്ടതിന് ശേഷം 3D സിനിമ കണ്ടതിന് ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് കയറി. അതുകൊണ്ട് വളരെ അതായത് മംഗലാപുരത്തെ ഒരു ഫുഡ് രീതിയാണിത്. സൗത്ത് ഇന്ത്യൻ താലി എന്ന ഇതിനറിയപ്പെടുന്നത്. മീൻകറി ഉണക്കൊക്കെയാണ് ചിക്കൻ കറി ഇരിക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ്റെ പീസ് ഫ്രൈ ചെയ്തുകൊണ്ട്. പിന്നെ ഇത് ഗുരുപുര റിവർ എന്ന് പറയും. ഈ റിവറിൻ്റെ തീരത്താണ് നമ്മുടെ പില്ലിക്കുള ഉള്ളത്. ശരിക്കും പില്ലിക്കുള എന്ന പേര് വരാൻ കാരണം ഈ ടൈഗർ, പിലി എന്ന് വെച്ചാൽ ടൈഗർ എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. അവിടെ വെള്ളം കുടിക്കാൻ ഈ കുളത്തിൽ എത്തുന്നതുകൊണ്ടാണ് പില്ലിക്കുള എന്ന പേര് ഇതിന് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞൊക്കെ ഇവിടെ വന്ന് നാഷണൽ പാർക്കിൽ ബയോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ശേഷം ഗാർഡൻ അത്ര വൃത്തിയായിട്ടൊന്നും നിലനിൽക്കുന്നത്. അതൊക്കെ തൂക്കാനും വരാനൊക്കെ ഉള്ള ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തൂത്തെങ്കിൽ ഇത് മൊത്തം തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഏരിയ അവർ ക്ലീൻ ചെയ്ത് വരികയാണ്. അതുകൊണ്ട് നമ്മളിതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ സൂ. സൂ വളരെ വലിയ ഒരു 500 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ മേഖലയാണ്. നമുക്ക് നടന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇലക്ട്രിക് വാഹനം അവർ ഏർപ്പാട് ചെയ്ത് തരും. 100 രൂപ, സ്പെഷ്യലായിട്ടൊരു 100 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊണ്ടുപോകും. നടന്ന് നീങ്ങാൻ എത്തുന്ന മേഖലയല്ല, തീരത്തില്ല, അത് കണ്ടു തീരാൻ പിന്നെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനകത്ത് യാത്ര ചെയ്യുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ. പക്ഷികളും ചെറിയ മൃഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ പുസ്തകങ്ങളിലൊക്കെ എവിടെയൊക്കെയോ വായിച്ചിട്ടുള്ള പക്ഷികളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതിമനോഹരമാണ് കേട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനൊരു ബയോളജിക്കൽ പാർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത് കണ്ടത്. ഇത് സ്നേക്ക് പാർക്കാണ്. സ്നേക്ക് പാർക്കിലോട്ട് കയറി ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള സ്നേക്കുകൾ, അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന തരത്തിലൊക്കെയാണ് ഈ സ്നേക്കുകൾ കിടക്കുന്നത്. അത്രയും ധാരാളമായിട്ടുള്ള സ്നേക്കുകൾ ഇതിനകത്തുണ്ട്. എനിക്കത്ര കാണുന്ന വലിയ താല്പര്യമുള്ളതൊന്നുമല്ല ഇത് സംഭവം. പക്ഷേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനതൊക്കെ നോക്കി. ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, എല്ലാത്തിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം അവർ വാട്ടർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചൂട് സമയമായതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കാനും അത് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ജോലിക്കാർ വന്ന് ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും, തണുപ്പ് കിട്ടാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള പാമ്പുകൾ അല്ലെങ്കിൽ സ്നേക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും പേരുകളും സ്പീഷീസും ജനറേയും ഫാമിലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത മൃഗത്തിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. ഒരുപാട് മൃഗങ്ങളുണ്ട്, ധാരാളമായിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മാനുകളാണ്. ധാരാളം എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാനിൻ്റെ മേഖലയാണ്. മാന് ധാരാളമായി കാണപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് ടൈഗറാണ്. ഞാൻ ഇത്രയും ലൈവായിട്ടൊരു ടൈഗറിനെ ആക്റ്റീവായിട്ടൊരു ടൈഗർ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഇതിനെ ഒരു കൂട്ടിനകത്തിട്ടല്ല അവർ വളർത്തുന്നത്. ഒരു ഇത്ര ഏരിയ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കമ്പിവേലിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. കണ്ടത് ലയൺ ഉണ്ട്. ഇതിനൊന്നും പൂട്ടിയല്ല ഇട്ടിരിക്കുന്നത്. ഒരു വലിയ മേഖല, വനമേഖല അവർക്ക് വേണ്ടി തുറന്ന് വെച്ചിരിക്കുകയാണ്. അത് കമ്പിവേലിയൊക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളടുത്ത കാഴ്ചയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ സിബിൻ സാറും ഉണ്ട്. ഇത് കാട്ടുപൂച്ച എന്ന് പറയും. കാട്ടുപൂച്ചയാണെന്ന് തോന്നുന്നത്. നമുക്കതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും ഇംഗ്ലീഷിലൊക്കെ വായിച്ചെടുക്കുമ്പോൾ അത് തന്നെയാണ് കാട്ടുപൂച്ചയെന്ന് അറിയാൻ പറ്റും. ഞാൻ ഊഹം കൊണ്ടങ്ങ് പറഞ്ഞതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാനുകൾ ധാരാളമായിട്ടുള്ള കലമാനും പേടമാനും ഒക്കെയുള്ള ധാരാളം മാനുകൾ ധാരാളമുണ്ട്. ഒരുപാട് ഞാനതിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇതാണ് മുള്ളംപന്നിയുടെ കൂടാണിത്. എന്തായാലും നമുക്കത് കംപ്ലീറ്റ് കാണാൻ പറ്റില്ല. എന്തായാലും ഉള്ളു കണ്ട് ഇത്രേ ഉള്ളൂ. അത് ഉള്ളിലോട്ട് മാറിയിരിക്കുകയാണ്.
പിന്നീട് താണ്ട മുതലയുടെ ഭാഗമാണ് നമ്മൾ കണ്ടത്.